മൂന്നാം ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തലിന് കോടതിയിൽ കനത്ത തിരിച്ചടി. ജാമ്യാപേക്ഷ തിരുവല്ല ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി തള്ളി. രാഹുലിനെതിരായ പരാതി ഗൌരവതരമെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി പ്രതിഭാഗം വാദങ്ങൾ പൂർണ്ണമായും തള്ളുകയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തലിനെതിരെ ബലാത്സംഗ കുറ്റം നിലനിൽക്കുമെന്ന് കോടതി അഭിപ്രായപ്പെട്ടു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ജാമ്യ ഹർജിയെ എതിർത്ത് പ്രോസിക്യൂഷൻ നിരത്തിയ വാദങ്ങൾ അംഗീകരിച്ചാണ് തിരുവല്ല ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ്. മുമ്പും സമാന കേസുകളിൽ രാഹുൽ പ്രതിയാണെന്നും ജാമ്യം ലഭിച്ചാൽ ഇരയുടെ ജീവൻ അപകടത്തിലാകുമെന്നും വിധിയിൽ പരാമർശമുണ്ട്. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലായിരിക്കെ ജാമ്യം നൽകിയാൽ തുടരന്വേഷണത്തെയും പ്രതികൂലമായി ബാധിക്കും. സാക്ഷികളെ ഭീഷണിപ്പെടുത്താനോ സ്വാധീനിക്കാനോ സാധ്യതയുണ്ടെന്ന് ഉത്തരവിൽ പറയുന്നു. അന്വേഷണത്തോട് രാഹുൽ ഇതുവരെ സഹകരിച്ചിട്ടില്ല. പ്രോസിക്യൂഷൻ ഉന്നയിച്ച വാദങ്ങൾ ഉത്തരവിൽ പരാമർശിച്ചാണ് ജാമ്യം നിഷേധിച്ചത്. നടപടിക്രമങ്ങൾ പാലിച്ചാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്തതെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിച്ചു. അതിജീവിതയുടെ വ്യക്തിവിവരങ്ങൾ രാഹുലിന്റെ സുഹൃത്തുക്കൾ പരസ്യമാക്കി. മാധ്യമ വിചാരണയ്ക്ക് വിധേയമാക്കി കേസ് പിൻവലിപ്പിക്കുവാനുള്ള ഉദ്ദേശമാണ് ഇതിന് പിന്നിലെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചിരുന്നു. പുറത്തിറങ്ങിയാൽ അന്വേഷണവുമായി രാഹുൽ സഹകരിക്കുമെന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. തിങ്കളാഴ്ച രാഹുലിന്റെ അഭിഭാഷകൻ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയെ ജാമ്യത്തിനായി സമീപിക്കും. 14 ദിവസം റിമാൻഡ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലാണ്. 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.